5 കസിൻസ് നല്ല കാണാൻ രസമുണ്ട് കൊച്ചിനല്ലേ ഓക്കെ 5 കസിൻസ് നെല്ലി 6ാവത് ഒബ്രും അതുവേ മാടിക്കൊണ്ടേ ആ ഫാന്റാസ്റ്റിക് ഇതേ പൊങ്ങി വരുന്നു കണ്ട ഇത് കണ്ട കണ്ണാലേ പാത്തോ ഗോൾഡ് സിൽവർ ഒക്കെ വരുമോ ബാംഗിൾസ് അപ്പോൾ വളകള് ഗോൾഡ് സിൽവർ ഒക്കെ വരും എനിക്ക് വന്നിരിക്കുന്ന പഴമാണ് പഴം ഞാൻ ഇതിന്റെ ഭാഗമായി എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം എന്തായാലും ഇപ്പൊ എല്ലാ കേരള മക്കളുടെ എല്ലാ ആശീർവാദവും ഓക്കെ എൻ്റെ പിറകിൽ ഒരു ഭയങ്കര ബഹളം നടപ്പുണ്ട് എൻ്റെ മുമ്പിൽ കുറേ ചേച്ചിമാരൊക്കെ ഉണ്ട് നല്ല ഒന്നാന്തര കന്നഡ പറഞ്ഞ ചേച്ചിമാരാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇവിടെ വരാൻ വേണ്ടി ഒരു കാരണമുണ്ട് കാരണം നമ്മൾ ചില ആചാരങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അയ്യോ ഇതെന്തോ ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്നൊക്കെ നമ്മൾ ചിന്തിച്ചു പോകും പക്ഷെ അങ്ങനെയും ഉണ്ട് എന്താണെന്ന് വെച്ചാൽ ഇവരെല്ലാം വരാൻ വേണ്ടി ഒരു കാരണമുണ്ട് ഇവരെല്ലാം ഒരു കുളം തപ്പി വന്നിരിക്കുകയാണ് കുളം ആക്കലെന്നായിരിക്കും ചോദിക്കുന്നത് ഒന്നുമല്ല ഈ കുളത്തിൽ നമ്മുടെ ആഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ട് ആ കുളത്തിൻ്റെ അരികിൽ ചെല്ലുകയാണെങ്കിൽ ആ കുളത്തിൽ നിന്ന് അമൂല്യ സാധനങ്ങൾ ഇങ്ങനെ പ്രത്യക്ഷപ്പെടും അത് സ്വർണ്ണമാവും സിൽവറാവും വളയാവും ഫ്രൂട്ട്സ് ആവും തേങ്ങയാവും മാങ്ങയാവും എന്ന് വേണ്ട സർവ്വത്ര സാധനം ആ കുളത്തിൽ ഇങ്ങനെ പൊങ്ങി വരും പക്ഷെ നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹം എന്താണോ അതനുസരിച്ചുള്ള സാധനമേ വരത്തുള്ളൂ തീർന്നില്ല അത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആ സാധനം ഉപയോഗിക്കണം 2 മാസത്തോളം അത് ഉപയോഗിക്കണം വളയാണെങ്കിൽ വള ഇടണം പഴമാണെങ്കിൽ നമ്മൾ പഴം കഴിക്കണം തേങ്ങയാണെങ്കിൽ അതൊക്കെ ഉപയോഗിക്കണം അങ്ങനെ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ ഉദ്ദിഷ്ട കാര്യം നടക്കുമെന്നാണ് ഈ ഗ്രാമക്കാരുടെ വിശ്വാസം അങ്ങനെ ആ വിശ്വാസം തേടിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇനി ഇവിടെ ഈ ആൾക്കാർ കൂടിയിരിക്കാനുള്ള കാരണമുണ്ട് ഇവിടെ പഴം കഴിച്ച ഒരുത്തിൻ്റെ കാര്യം നടന്നു കല്യാണം നടന്നു അങ്ങനെ ആ ദൈവത്തിന് നന്ദി പറയാൻ വേണ്ടിയാണ് ഇവിടെ ഈ ആലിൻ്റെ മൂട്ടി വെച്ച് അവർ കല്യാണം നടക്കുന്നത് അങ്ങനെ എന്തായാലും ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള വിശേഷങ്ങൾ തേടിയാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് ബാക്കിയെല്ലാം നമുക്ക് തട്ടേ കാണാം നമുക്ക് ആദ്യം അങ്ങോട്ടാണ് പോകേണ്ടത് അറിയോ ആ പഴം തപ്പിപ്പോകണം ഇനി ഇത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായി നമ്മൾ ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് വിശ്വസിക്കാം ആ വെള്ളത്തിൽ നിന്ന് ഇങ്ങനെ ഓരോന്ന് പൊങ്ങി വരുന്ന കാഴ്ച നമ്മൾ അത്ഭുതപ്പെടുത്തും ചിലപ്പം സ്വർണ്ണമായിരിക്കും ചിലർ കിട്ടുന്നത് ചിലർക്ക് പിന്നെ ഫ്രൂട്ട്സ് ആയിരിക്കും അങ്ങനെ പല പല സംഭവം അവിടെ നിന്നുള്ള വെള്ളമാണ് ഈ വരുന്നത് ആ ക്ഷേത്രത്തിനുള്ളിൽ നിന്നുള്ള വെള്ളമാണ് ഈ വന്നുകൊണ്ടിരിക്കുന്നത് കണ്ടോ ആ പയ്യൻ കുഞ്ഞ് ചെറുക്കൻ ചെയ്യുന്ന പണിയുണ്ടോ അപ്പോൾ നമ്മൾക്ക് സാമ്പിൾ കാണിക്കാൻ പോവുകയാണ് ഇതാണ് ക്ഷേത്രത്തിലെ പൂജാരി നമസ്കാരം സ്വാമിജി मैं केरला से ഹിന്ദി ആത്തായേ ഹിന്ദി മലയാളം തമിഴ് എല്ലാം കന്നഡ അപ്പോൾ ഇദ്ദേഹമാണ് ഇവിടുത്തെ പൂജാരി അപ്പം നമുക്ക് വേണ്ടി സാമ്പിൾ കാണിക്കും അപ്പോൾ എന്തായാലും നമ്മളിവിടെ കാണാൻ പോകുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനകത്തൊരു കുളമുണ്ട് ആ കുളത്തിൽ നിന്ന് എനിക്കൊരാഗ്രഹമുണ്ട് ആ ആഗ്രഹം സാധിക്കാൻ വേണ്ടി ഞാൻ ആ കുളത്തിൽ എത്തുന്നു അതിൽ നിന്ന് പൊങ്ങി വരുന്നു അപ്പോൾ അവിടെ നിന്ന് ഇതാണ് ആ മാന്ത്രിക കുളം എന്ന് പറയുന്നത് ഈ മാന്ത്രിക കുളത്തിൽ ഒരുപാട് സാധനങ്ങളുണ്ട് സ്വർണ്ണമുണ്ട് പണമുണ്ട് അതുപോലെ തന്നെ ഫ്രൂട്ട്സ് ഉണ്ട് തേങ്ങയുണ്ട് അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഈ കുളത്തിനുള്ളിലുണ്ട് അപ്പോൾ നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതനുസരിച്ച് സാധനങ്ങൾ പൊങ്ങി വരും ഓക്കെ നമുക്ക് കാണിക്കാം സാമ്പിൾ ഓക്കെ അപ്പം ഞാൻ ചെയ്യുന്ന ഓരോന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നാണ് എങ്ങനെ ചെയ്യാൻ പോകുന്നേ ഉള്ളത് അപ്പോൾ ഞാൻ ഇവിടെ ഇരിക്കാൻ പോവുകയാണ് അപ്പോൾ ഇവിടെ നിന്ന് ഞാൻ മനസ്സ് ഉരുകി പ്രാർത്ഥിക്കാൻ പോവുകയാണ് മനസ്സുരുകി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ആഗ്രഹം എന്താണോ അതിങ്ങനെ പറഞ്ഞ് പൊങ്ങുന്നു എന്നാണ് ഇവിടുത്തെ വിശ്വാസം ഓക്കെ ഞാൻ ആ കുളത്തിന് ചുറ്റും ഇരിക്കുകയാണ് ഈ കുളത്തിൽ ഒരുപാട് സാധനങ്ങളുണ്ട് അപ്പം നമ്മുടെ സ്വാമിജി നമ്മുടെ ഇവിടുത്തെ പൂജാരി കുളം കലക്കുകയാണ് കുളം കലക്കി മീൻ പിടിക്കാൻ പോവുകയാണ് ചിലപ്പോൾ മീനായിരിക്കും വരുന്നത് ചിലപ്പോൾ അല്ലെങ്കിൽ വിലപിടിപ്പുള്ള സാധനങ്ങളായിരിക്കും വരുന്നത് എന്താണെന്നുള്ളത് നമുക്ക് കണ്ടറിയാം അല്ലേ ആ സാധനം കർപ്പൂരം കത്തിച്ച് ആ വെള്ളത്തിലേക്ക് ഇടുകയാണ് കർപ്പൂരം കത്തിച്ച് വെള്ളത്തിലേക്ക് ഇടുന്നത് എങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് കുറേ സാധനങ്ങൾ ഈ സ്വാമി എന്നെ നേരത്തെ നിക്ഷേപിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ ഇത് വെള്ളത്തിൻ്റെ ഈ ചലനം വരുമ്പോഴത്തേക്ക് പൊങ്ങി വരുന്നതാണ് അതൊരു വിശ്വാസമായിട്ട് മാറിയിരിക്കുവാണ് എല്ലാത്തിൻ്റെ പിന്നിലും ഒരു കച്ചവടം ഉണ്ടല്ലോ അല്ലേ ആ കച്ചവടമാണ് ഇവിടെ നടക്കുന്നത് അല്ലേ ശരിയല്ലേ അതാണ് സംഭവം അപ്പോൾ യഥാർത്ഥത്തിൽ ഈ സ്വാമി തന്നെ ഈ വെള്ളത്തിനിടയിൽ ഒരുപാട് സാധനങ്ങൾ കൊണ്ട് മുക്കി വെച്ചിട്ടുണ്ട് സ്വർണ്ണമായിട്ടും പണമായിട്ടൊക്കെ അപ്പോൾ ആളും തരം നോക്കിയിട്ടാണ് ഈ സാധനങ്ങൾ മേപ്പോട്ട് പൊങ്ങുന്നത് നല്ല കാശാരൊക്കെ ആണെങ്കിൽ നല്ല സ്വർണ്ണം പൊങ്ങും പാവപ്പെട്ടവനാണെങ്കിൽ ചെറിയ പഴമായിട്ട് പൊങ്ങും അങ്ങനെ എന്തായാലും കാത്തിരിക്കുവാണ് നിമിഷങ്ങൾക്കുള്ളിൽ ആ സാധനം ഇങ്ങനെ മേപ്പോട്ട് പൊങ്ങും അതാണ് എൻ്റെ മനസ്സിൽ ആഗ്രഹം ഉണ്ടെന്നിരിക്കട്ടെ എനിക്കൊരു ജോലി വേണമെങ്കിൽ ഞാൻ ഇങ്ങനെ എനിക്ക് ജോലി കിട്ടണമെന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കും അപ്പോൾ അതനുസരിച്ച് സാധനം ഇങ്ങനെ പൊങ്ങി വരും അല്ലേ പൊങ്ങി വെള്ളത്തിന് ചെറിയ ചലനമുണ്ട് എന്താണ് പൊങ്ങി വരുന്നത് അറിയത്തില്ല സ്വാമി ഇങ്ങനെ അക്ഷമയായിട്ട് കാത്തിരിക്കുവാണ് സ്വാമിയുടെ മനസ്സിലും എന്തൊക്കെയോ വരാൻ സാധ്യത ഉണ്ടെന്നാണ് പറയുന്നത് കോക്കനട്ട് വരുന്നതാണ് കോക്കനട്ട് വരുന്നു ഉണ്ട് കോക്കനട്ട് എത്തി അപ്പോൾ ആദ്യത്തെ നമ്മുടെ ഒരു ഇരയാണ് കോക്കനട്ട് എത്തിക്കഴിഞ്ഞ് തേങ്ങ നമ്മുടെ നാടൻ ഭാഷ പുറത്ത് തേങ്ങ മലയാളത്തിൽ തേങ്ങ എത്തിക്കഴിഞ്ഞ് അതെ സ്വാമി അത് കൈകൊണ്ട് വാരിയെടുത്ത് അത് എവിടുന്ന് അടിയിൽ നിന്ന് വരുവാണ് 18 അടി താഴ്ചയിൽ നിന്ന് വരികയാണ് കേട്ടോ അണ്ട് ഇത് തേങ്ങ അണ്ടോ ഇതാണ് അണ്ടോ നോക്ക് നമ്മൾ കയ്യിൽ നിന്നിട്ട് പറയുന്നത് സ്വാമി അടിയിലങ്ങനെ വെള്ളത്തിൻ്റെ അടിയിലങ്ങനെ ആരെങ്കിലും
ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടെന്ന് അറിയത്തില്ല കേട്ടോ. വെയിറ്റ് ഓക്കെ, വെയിറ്റ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ സാമിയുടെ ശിങ്കിടി വല്ലതും വെള്ളത്തിനടിയിലുണ്ടോന്നും അറിയത്തില്ല. ഓരോന്നും കയറ്റി വിടുമെന്നും അറിയത്തില്ല. വെള്ളം കലക്കുന്നുണ്ട് സാമി, പൊങ്ങി വരാൻ വേണ്ടി വെള്ളം കലക്കുന്നുണ്ട്. സാമി ഫ്രൂട്ട്സ് ഓർ നാരി, എന്താ ഫ്രൂട്ട്സ് ഓർ നാരി? ഫ്ലവേഴ്സ്, സിൽവർ. ആ ഫാന്റാസ്റ്റിക്, ദേ പൊങ്ങി വരുന്നു. കണ്ട ഇത് കണ്ട, കണ്ണാലേ പാത്തോ. വാട്ട് ഈസ് സർ? ബനാന. ഓക്കെ. ആ പഴം 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 രണ്ട് പഴം പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് എന്ത് സംഭവം? ഗോൾഡ് സിൽവർ ഒക്കെ വരുമോ? ബാംഗിൾസ്. അപ്പോൾ വളകൾ ഗോൾഡ് സിൽവർ ഒക്കെ വരും. എനിക്ക് വന്നിരിക്കുന്ന പഴമാണ്, പഴം ഫ്രൂട്ട്സ്. അപ്പോൾ ഗ്രേപ്സോ? അപ്പോൾ ഗ്രേപ്സ് ഇപ്പം എല്ലാം പഴങ്ങളുടെ കളിയാണ് ഇതിനകത്ത് കേട്ടോ. ഗ്രേപ്സ് കോക്കനട്ടൊക്കെ വന്ന് പൊങ്ങിയിട്ടുണ്ട്. എൻ്റെ പൊന്നു സ്വാമിയെ സമ്മതിച്ചു കേട്ടോ. അപ്പോൾ ഇതാണ് പഴം. കണ്ട, ശുദ്ധമായ പാളത്തോടൻ പഴം. ഈ പഴമാണ് എനിക്ക് കിട്ടിയേക്കുന്നത്. അപ്പോൾ ഇതുകൊണ്ട് നമ്മൾ വീട്ടിൽ കൊണ്ട് സാപ്പിട്ട് കഴിഞ്ഞാൽ എല്ലാ പ്രശ്നവും മാറുമെന്നാണ് ഇവിടെ ഒരു വിശ്വാസം. കണ്ടല്ലോ, അപ്പോൾ ഇത് എനിക്ക് ഇത് പൊതിഞ്ഞുകൊണ്ട് പോകാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ എൻ്റെ സംഭവം കണ്ടല്ലോ, നല്ല ഒന്നാന്തരം ഒരു ഞാലിപ്പൂവനാണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ എൻ്റെ കാര്യം പരിഹാരമായി. അപ്പോൾ ഇനി അടുത്ത ആൾക്കാർ വന്നിരിക്കുവാണ്. ഇങ്ങനെ ഓരോരുത്തർ വന്നുകൊണ്ടിരിക്കുവാണ്. അമ്മച്ചി പ്രാർത്ഥിക്കാൻ വേണ്ടി പറയുകയാണ്. അമ്മച്ചി അങ്ങനെ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുവാണ്. ഇനി നമുക്കറിയത്തില്ല അമ്മച്ചിക്ക് ഇനി സ്വർണ്ണമാണോ സിൽവറാണോ അതോ കൽക്കരിയാണോ മണ്ണാണോ കിട്ടുന്നൊന്നും അറിയത്തില്ല. അമ്മച്ചിക്ക് എന്താ കിട്ടി നോക്കട്ടെ. ആ ബാംഗിൾസ്, വള വന്ന് കേട്ടോ. വേണ്ട, ഇത് വള വന്ന വേണ്ട. അമ്മച്ചിക്ക് വള കിട്ടിയിട്ടുണ്ട്. നമ്മൾ പറഞ്ഞ നാക്കെടുത്ത് വായിലോട്ട് ഇട്ടില്ല, അതിനോട് വള കിട്ടിയിട്ടുണ്ട്. ഹലോ മാഡം, ബാംഗിൾസ് മാഡം, ബാംഗിൾ കണ്ടോ. അമ്മയ്ക്ക് വള കിട്ടി കേട്ടോ. അമ്മയുടെ കൈ കിടക്കുന്ന അതേപോലെ വളയാണ് കിട്ടിയേക്കുന്നത്. എൻ്റെ അമ്മയ്ക്ക് വള കിട്ടി, ബാംഗിൾസ് കിട്ടി. ഒരു പയ്യൻ അവൻ്റെ ആഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ട് ആ കുളത്തിൻ്റെ അരി വന്ന് നിൽക്കുവാണ്. ഇനിയിപ്പോൾ ഇവൻ എന്താ കിട്ടാൻ പോകുന്നത്? സ്വർണ്ണമാണോ സിൽവറാണോ അതോ ഇനി വല്ല വെങ്കലമാണോ ഒന്നും അറിയത്തില്ല. അവൻ്റെ മനസ്സ് പോലെ ഇരിക്കും. കുളത്തിൽ നിന്ന് എന്താണ് പൊങ്ങി വരും നോക്കാം. ഉണ്ടോ അമ്മ ആകാംക്ഷയോട് നോക്കുന്നുണ്ടോ? ആ ചെറുക്കൻ്റെ അമ്മ നോക്കുന്നുണ്ടോ? എന്താ മോനെ നിനക്ക് പൊങ്ങി വരുന്നത് അറിയത്തില്ല. എന്നിട്ട് അമ്മ വെള്ളത്തിൽ തന്നെ സൂക്ഷിച്ച് നോക്കിക്കൊണ്ടിരിക്കും കേട്ടോ. അമ്മയുടെ നോട്ടം മുഴുവൻ വെള്ളത്തിലോട്ടാണ്. മോനെ നല്ല കനത്ത് എന്തെങ്കിലും പൊങ്ങി വരണം എന്നുള്ള നോട്ടമായിരിക്കും അമ്മ കേട്ടോ. സ്വർണ്ണമാണെങ്കിൽ പൊങ്ങിയ പഴമാണല്ലോ, അളിഞ്ഞൊരു പഴം പൊങ്ങിയല്ലോ. അപ്പം അയ്യയ്യോ, അളിഞ്ഞൊരു പഴം പൊങ്ങിയിട്ടുണ്ട് കേട്ടോ. അതാണ് അവനെ വിധിച്ചേക്കുന്നത്. അപ്പം മുന്തിരിയുണ്ട്. അത് ഇതാണ് ഇവരുടെ ഈ നിവേദ്യം എന്ന് പറയുന്നത് കേട്ടോ. പൈസ ഉണ്ട് കേട്ടോ. കോയിനും ഉണ്ട് കേട്ടോ. അതിനകത്ത് കോയിനുണ്ട്. കോയിനല്ലേ? കോയിനുണ്ട്. എല്ലാം ഇത് നിവേദ്യമാണ്. ഇതെല്ലാം കിട്ടിയേക്കുന്നത്. നമ്മൾ ഒന്ന് നോക്കി, ഈ അഴുക്ക് വെള്ളമാണ്. നമ്മൾ വിചാരിക്കുന്നത് അഴുക്ക് വെള്ളം വിചാരിക്കും, പക്ഷേ അത് അവരുടെ ഏറ്റവും വലിയ തീർത്ത വെള്ളമാണ്. ഈ വെള്ളം എടുത്തിട്ടാണ് ഈ കുട്ടികളുടെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആൾക്കാരുടെ ദേഹത്തേക്ക് ഒഴിക്കുന്നത്. വെള്ളം എടുത്ത് ഒഴിക്കാൻ വേണ്ടി വരികയാണ്. കണ്ടോ, ഒഴിച്ച് കണ്ടോ. അപ്പോഴത്തേക്ക് പ്രശ്നം എല്ലാം മാറും. അവരുടെ ഒരു നേർച്ചയാണത്. ഈ വെള്ളം എടുത്ത് ദേഹത്തേക്ക് ഒഴിക്കുമ്പോഴത്തേക്ക് എന്താണോ ആ കുട്ടിക്കുള്ള പ്രശ്നം അത് പൂർണ്ണമായിട്ട് മാറുമെന്നാണ് അവരുടെ വിശ്വാസം എന്ന് പറയുന്നത്. നമുക്ക് എന്തായാലും കാണാം അത്. നോക്കി, അത് അച്ഛനും അമ്മയാണ് അപ്പുറത്തിരിക്കുന്നത്. അച്ഛനും അമ്മയും ആ കുട്ടിയുടെ ദേഹത്തേക്ക് വെള്ളം ഒഴിക്കുകയാണ്. കണ്ടോ, ആ കൊച്ചിൻ്റെ ദേഹത്തിൽ ബാധയുണ്ട്. അപ്പോൾ ആ ദേഹത്ത് ആ കൊച്ചിന് പഠിത്തത്തിൽ ശ്രദ്ധിക്കാൻ പറ്റുന്നതുകൊണ്ട് ആ ബാധ മാറ്റാൻ വേണ്ടിയാണ് ആ വെള്ളം കൊണ്ട് ഒഴിക്കുന്നത്. സ്വന്തം അച്ഛനോ അല്ലെങ്കിൽ ബന്ധുക്കളൊക്കെ തന്നെ കൊണ്ട് ഒഴിക്കണമെന്നാണ് ഇവരുടെ ഒരു ആചാരം എന്ന് പറയുന്നത്. എന്താ ഭാര്യയും കൂടെ കുളിപ്പിക്കുമോ പാവം കേട്ടോ. രണ്ടുപേർക്കും പ്രശ്നമുണ്ട്. അങ്ങനെ ഭാര്യയ്ക്കും മകൾക്കും പ്രശ്നമുണ്ട്. അപ്പോൾ രണ്ടുപേരും കുളിപ്പിച്ചതോടുകൂടി ആ ഭർത്താവിൻ്റെ ഏറ്റവും വലിയൊരു ആശ്വാസമാണ് കാണാൻ പറ്റുന്നത്. ആ വെള്ളത്തിന് അത്രയും വലിയ പവറാട്ടോ. വേറെ സംഭവം എന്താണെന്ന് വെച്ചാൽ ആ പിതാവ് മകനെ കൊണ്ട് വന്നിട്ടുണ്ട് കുളിപ്പിക്കാൻ വേണ്ടി. പാൻ്റെ കൂരുന്നാണ്. ഇനി അയാൾ കൊണ്ട് വെള്ളം ഉണ്ടോ. ആ അച്ഛൻ മകനെ കുളിപ്പിക്കാൻ വേണ്ടി വെള്ളം കൊണ്ട് വരികയാണ്. നല്ല മുഖത്തൊക്കെ നല്ല വർദ്ധിച്ച വിഷമമുണ്ട്. സ്വന്തം മകന് എന്തോ പ്രശ്നമുണ്ട്, ജോലിയോ എന്തോ ഒരു പ്രശ്നമുണ്ട്. അത് മാറ്റാൻ വേണ്ടി വെള്ളം കൊണ്ട് ഒഴിച്ചു. അത് അച്ഛൻ തന്നെ കൊണ്ട് ഒഴിക്കണമെന്നല്ല, പൂജാരി അല്ല ചെയ്യുന്നത്. ഇത് അവനോട് ബന്ധപ്പെട്ട രക്തബന്ധമുള്ള ആൾക്കാരാണ് ഇത് ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് അച്ഛൻ വരുന്ന വിറക്കം കണ്ടോ. പാവം പിടിച്ചവൻ ഇവനെ കൊണ്ട് വലിയ പൊറുതിമുട്ടിയിരിക്കും കേട്ടോ. ഇതോടെ ഇവർ നന്നാവുന്നുള്ള പ്രതീക്ഷയിലാണ് കൊണ്ട് ഒഴിക്കുന്നത് മുഴുവൻ. അത്രയും കഷ്ടപ്പെട്ട് ഇവനെ കൊണ്ട്. വീട്ടിൽ വലിയ ശല്യമായിരിക്കും ഇവനൊക്കെ, തൊന്തരവായിരിക്കും ഇവനൊക്കെ. ഇല്ല പുള്ളി വിടുന്നില്ല. അയ്യോ എൻ്റെ പൊന്നട അപ്പാ, ആ പിന്നെയും മൂന്നാമത്തെ കുട കൊണ്ട് വരുന്നതുണ്ടോ. 1 2 3
അച്ഛൻ ഇന്ന് കുളത്തിലെ വെള്ളം മുഴുവൻ പറ്റിക്കും തോന്നുന്നു. അത്രയും പ്രശ്നമുണ്ട് ചെറുക്കൻ കേട്ടോ. കണ്ടോ? അമ്മയ്ക്കൂടെ ഒഴിച്ചു കേട്ടോ. അച്ഛൻ്റെ പണി ഇത് തന്നെ കേട്ടോ. ഇന്ന് പുള്ളി കുളത്തിൽ വെള്ളം പറ്റിച്ചിട്ട് പോകുമെന്ന് തോന്നുന്നു. അങ്ങനെ ഈ ക്ഷേത്രത്തിൽ വന്ന് പഴോ എന്തോ സംഭവം കിട്ടിയതിന് ശേഷം കല്യാണം നടത്തുകയാണ് അവിടെ. ഒരു നല്ലൊരു അപ്പോൾ അവിടെ നല്ലൊരു കല്യാണം നടക്കുകയാണ്. അപ്പോൾ അവിടെ ചെറുക്കനും പെണ്ണിനും നമുക്കൊരു ആശീർവാദം അറിയിക്കാം അല്ലേ. അപ്പോൾ ഇതൊരു വെറൈറ്റി കല്യാണമാണ്. അപ്പോൾ നമ്മൾ കേരളത്തിലൊന്നും കാണാത്ത തരം കല്യാണമാണ്. ചെറുക്കനും പെണ്ണും തമ്മിലുള്ള ഒരു ഭയങ്കര കൊടുക്കൽ വാങ്ങലാണ്. കണ്ടോ? പഴം കൊടുക്കുന്നു, അവിടെ തേങ്ങ കൊടുക്കുന്നു. അപ്പോൾ അങ്ങനെ എല്ലാവരും നമ്മളൊന്നും ഇത് നമ്മൾ കേരളത്തിൽ ഇങ്ങനെ കണ്ടിട്ടില്ല. പക്ഷെ ഇവർ നല്ല സഹകരണമാണ് എല്ലാവരും. കണ്ടോ? പാലും പഴവും എല്ലാം കൊടുക്കുകയാണ്. മക്കളുടെ എല്ലാവിധ ആശീർവാദവും. ഓക്കെ, കേരള മക്കളുടെ അപ്പോൾ എല്ലാ കേരള മക്കളുടെ എല്ലാം പ്രത്യേകിച്ച് ആശീർവാദങ്ങൾ കഴിച്ചിട്ട് പോവാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് വ്യത്യസ്തമായ പൂത്തണ. അപ്പൊ ഞാനും ചെയ്യണ പറഞ്ഞേക്കുന്നത്. അപ്പൊ ഇവരുടെ ಸ್ವಲ್ಪ ಇವರು ಕಳಿಸ್ತೀವಿ ಸ್ವಲ್ಪ അപ്പൊ എന്തായാലും ഞാൻ ഇതിന്റെ ഭാഗമായി എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. എന്തായാലും അപ്പൊ എല്ലാ കേരള മക്കളുടെ എല്ലാ ആശീർവാദവും. ഓക്കെ 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 അപ്പൊ എന്തായാലും ഗംഭീര സംഭവമായിട്ടുണ്ട് കേട്ടോ. ബിനോയ് ഓക്കെ. അപ്പൊ ഇവർക്ക് ആശീർവാദം കൊടുക്കുവാണ് ഇതെല്ലാം. അപ്പൊ ഇതാണ് സംഭവം എന്ന് പറഞ്ഞാൽ ഇവർ ഭയങ്കര സന്തോഷമാണ്. കന്നഡ മക്കൾ എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ് എല്ലാവരും കേട്ടോ. ഭയങ്കര സ്നേഹമാണ് ഇവർക്കെല്ലാം. അപ്പൊ എല്ലാ കന്നഡ മക്കൾക്കും അപ്പൊ എല്ലാ മക്കൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ് നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ നീങ്ങട്ടെ. ഓക്കെ, അപ്പൊ എന്തായാലും കന്നഡ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കന്നഡ എല്ലാവരും കന്നഡ. ഓക്കെ, ഇത് ട്രാൻസ്ലേറ്റ് பண்ணണം. ട്രാൻസ്ലേറ്റ്. 5 കസിൻസ് നെല്ലി 6வது ഒബ്രു മധുവെ മാടിക്കൊണ്ടു. എന്റെ അർത്ഥം എന്താ? 5 കസിൻസ്. നല്ല കാണാൻ രസമുണ്ട് കൊച്ചിനല്ലേ? ഓക്കെ, 5 കസിൻസ് നെല്ലി 6வது ഒബ്രു മധുവെ മാടിക്കൊണ്ടു. ട്രാൻസ്ലേറ്റ് ആണ്. ഇത് കന്നഡ അല്ലേ? ഇന്ത്യ ലാംഗ്വേജ് കന്നഡ അല്ലേ? 5 കസിൻസ് നെല്ലി 6வது. കന്നഡ അല്ലേ? കന്നഡ അല്ലെന്ന് പറഞ്ഞു. സിനിമ നമ്മളെ പറ്റിച്ചല്ലോ. നമ്മൾ കേരളത്തിലുള്ള ഒരു സിനിമയിലെ ഡയലോഗാണ്. ഒബ്രു മധുവേ ഒബ്രു മധു എന്താ? ഒബ്രു മധു എന്താ? മാടിക്കൊണ്ടേ എന്നാ ഒബ്രു മാടിക്കൊണ്ടേ. അപ്പൊ ഇദ്ദേഹത്തിന് അറിയാൻ തോന്നുന്നു. ഹിന്ദിയാണോ? ഇത് ഒരു ഡയലോഗാണ്, കന്നഡ ഡയലോഗ്. 5 കസിൻസ് നെല്ലി 6வது ഒബ്രു മധുവെ മാടിക്കൊണ്ടേ. എന്താ ട്രാൻസ്ലേറ്റ്? തമിഴ് പുരിയാത്. ഇത് തമിഴല്ലേ? ഇത് നമ്മളെ ശരിക്കും പറഞ്ഞാൽ പടം എടുത്ത ആൾക്കാർ നമ്മളെ പറ്റിച്ച കേട്ടോ. അപ്പൊ കന്നഡയുള്ള ഒരു മനുഷ്യന് പോലും അത് അറിയത്തില്ല. എന്തായാലും സിബി മലയ സാറൊക്കെ നമ്മളോട് ചെയ്ത് കൊല ചതിയാണ്. നാണം കിട്ടുപോയി. അത് വേറെ ആചാരം കണ്ടത് എന്താ? ചെറുക്കൻ്റെ അമ്മ ഉണ്ട്. എനിക്ക് താങ്ക് യു. അപ്പോൾ എനിക്കൊരു ഇത് കിട്ടി കേട്ടോ. സംഭവം ഇതൊക്കെ ഓരോ ആചാരങ്ങൾ. ഇവിടെ വന്നാലും ഇതൊക്കെ കാണാൻ ഒക്കത്തുള്ളൂ കേട്ടോ. അപ്പോൾ അമ്മ സ്നേഹത്തോടെ എനിക്ക് കൊണ്ട് കുറിയാണ്ടിട്ട് അപ്പോൾ നമ്മളത് സന്തോഷത്തിലണിഞ്ഞ് അല്ലേ. ഇനിയിപ്പോൾ കുളിക്കാൻ വേറെ തോർത്ത് ഒപ്പിക്കണ്ട. അപ്പോൾ ഇതാണ് ഇവർ ഭയങ്കര സ്നേഹമാണെന്ന്. കന്നഡക്കാരെന്ന് പറഞ്ഞാൽ ഭയങ്കര സ്നേഹമുള്ളവരാണ്. സ്നേഹിച്ച ചങ്ക് കൊടുക്കും, സ്നേഹിച്ചില്ലെങ്കിൽ കൂമ്പെടുക്കും. അതാണ് ഇവരുടെ സ്വഭാവം എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും കന്നഡ മക്കൾ സ്നേഹത്തോടെ നൽകിയ ഈ ഷാളും പുതച്ചുകൊണ്ട് ഞാൻ കന്നഡ നാട് വിടുകയാണ്. ശരിക്കും പറഞ്ഞാൽ വല്ലാത്തൊരു അനുഭവമായി പോയി അല്ലേ. ഓരോ വിശ്വാസങ്ങൾ, ഓരോ നാട്ടിലും ഓരോ വിശ്വാസങ്ങൾ. പഴം പൊങ്ങി വരുന്നതും പൈസ വരുന്നതും മുന്തിരിങ്ങി പൊങ്ങി വരുന്നതും എല്ലാം കണ്ടല്ലോ. ഇതൊക്കെ ഓരോരുത്തരുടെ വിശ്വാസമാണ്. ആ വിശ്വാസത്തിന് വേണ്ടി ഈ ആൾക്കാർ മുഴുവൻ കാത്തു കെട്ടി നിൽക്കുന്നത്. തീർച്ചയായിട്ടും കന്നഡക്കാരുടെ ഈ വിശ്വാസം എല്ലാ പ്രേക്ഷകർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനി മറ്റൊരു കിടുക്കൻ എപ്പിസോഡുമായിട്ട് വീണ്ടും ഞാൻ എത്തും. അതുവരെ എല്ലാ പ്രേക്ഷകർക്കും